ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗാലക്സി ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു മൈൻക്രാഫ്റ്റ് മീഡിയമായി ഇറങ്ങിയിരിക്കുന്നു. യെസ്, യു ക്യാൻ സീ ഇറ്റ്സ് 1 ബ്ലോക്ക്. യെസ്, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അയച്ചത് നിങ്ങൾക്ക് ഞാൻ 1 ബ്ലോക്ക് സീരീസ് തുടങ്ങുമെന്ന്. ഇതുവരെ ഞാൻ അപ്കമ്മിങ് എന്നേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഇതുവരെ ഞാൻ ചെയ്തില്ല. സോ ടുഡേ ഈസ് ഗോയിങ് ടു ബി ദ ഡേ. ഞാൻ കുറച്ച് മൈനൊക്കെ ചെയ്ത് നിങ്ങൾ കാണാതെ കുഴപ്പമില്ല, നമുക്ക് ബാക്കി തുടരാം. ഞാൻ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, കുറച്ച് ഞാൻ ചെയ്തിപ്പം ഇവിടെ എന്തോ ഒരു ഹാർട്ടിൻ്റെ ഇത് കിട്ടി. ഓക്കെ, നൈസ്. നമുക്കിത് കുഴിക്കാം. നമുക്ക് വില്ലേജ് കിട്ടുമെന്ന് പറഞ്ഞു, അതാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത് കിട്ടണം. നോക്കിന്ന് കുറച്ച് ഇതൊക്കെ ചെയ്യണം. എന്തോന്ന് ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യണം, ഏകദേശം അതൊക്കെ തന്നെ. വേറൊരു പണിയില്ല നമ്മൾ. നമുക്ക് വീണ്ടും പശു കിട്ടിക്കൊണ്ടിരിക്കണം, എന്താണ് നടന്നത്. ഓക്കെ, നമുക്ക് പതിയെ നമുക്ക് ഇത് ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങാം. രാത്രിയാണ് ഗൈസ്, കോഴി അങ്ങോട്ട് വീഴല്. ഇത് റൂട്ടഡ് ഡേട്ടായിരുന്നല്ലേ? പക്ഷേ സാധാ ഡേട്ടായിരിക്കുന്നു. എന്നൊക്കെ ഇവിടെ കുറച്ച് കേസ് നമ്മൾ ഇച്ചിരി ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിറകിൽ കുറച്ച് ഇവിടെ വയ്ക്കട്ടെ. ലാസ്റ്റ് ബട്ടണീസ്. ഓക്കെ, നമ്മൾ ഇന്നലെ കുറേ മൈനൊക്കെ ചെയ്ത് ഇവിടെ എന്തായാലും ഒരു മുട്ട കിടപ്പുണ്ട്. പൊട്ടിക്ക് ഒന്നും കിട്ടത്തില്ല, എന്നാലും ഒന്ന് ചുമ്മാ ട്രൈ ചെയ്യാമല്ലോ. ജസ്റ്റ് ട്രൈ. ഓക്കെ, നമുക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നോക്കി ഇതിൻ്റെ അകത്തെടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഞാൻ ഇത് ഒരു ചെസ്റ്റും കൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കണം, ഇൻ കേസ് എക്സ്ട്രാ സ്റ്റോറേജ് വേണമെങ്കിൽ. പിന്നെ ചവറെല്ലാം എടുത്തിട്ടോ. ഓക്കെ. ഇനി നമുക്കൊരു ഷീപ്പ് കിട്ടിയാൽ മതി എത്ര പെട്ടെന്ന്. എന്നാൽ നമുക്ക് ഫൈനലി നമുക്കെന്താ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ രാത്രി മോബ്സിന് സ്പോൺ ആവണ നമുക്ക് മാറ്റാം. ഗൈസ്, ആദ്യം പിക്കാണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെസ്റ്റ് കിട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നി കുറേ ഇതായിരിക്കും. വാ, നമുക്ക് എന്തായാലും ഇത് പൊട്ടിക്കാം. ഇനി എല്ലാ ചവറും ഇതിൻ്റെ അകത്ത് എടുത്ത് വെക്കാം ഗൈസ്. എന്തിനാണ് വെറുതെ ഇതൊക്കെ തരണ? ഭയങ്കര കഷ്ടമാണ് ഗൈസ്. പിന്നെ ഇപ്പോൾ ആരെങ്കിലും ചാനലിൽ പുതിയതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. I like it, really helps me a lot. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ മൈനിങ്. യെസ്, വുഡ് പതിയെ കിട്ടുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തോ ഒരു ഇതുണ്ട്. എനിക്കത് എത്രയും പെട്ടെന്ന് ഇത് കിട്ടിയാൽ മതി ഗൈസ്. എത്ര പെട്ടെന്ന് എനിക്കൊരു ഷീപ്പ് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബെഡ് ഉണ്ടാക്കാമായിരുന്നു. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഗൈസ്. പിന്നെ ജംസ്കെയർ, ഈ ഓരോ ലെവൽ മാറുമ്പോൾ ഇത് ഭയങ്കര ജംസ്കെയറാണ്. അതുകൊണ്ട് എൻ്റെ വോളിയം ചെറുതായി ഒന്ന് കുറച്ച് വെച്ചോട്ടെ, അല്ലെങ്കിൽ അവസാനം ഞാൻ മരിച്ചു. അത്രയ്ക്ക് ഇതാണ്. എന്താണെന്ന് അറിഞ്ഞോളൂ. വീണ്ടും ഹെയ്ബാലും എന്നെ കിട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കണം. നിൻ്റെ വുഡൻ ആക്സ് പൊട്ടണോടെ ഞാൻ ഈ വുഡൻ ആക്സും വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു സ്റ്റോൺ പോലും കിട്ടിയില്ല ഗൈസ്. എന്നിട്ട് വേണ്ട എനിക്കിതൊക്കെ വേണ്ട. കുറേ കോഴി കിട്ടണം, എന്താണെന്ന് അതും പൊട്ടിയിരിക്കുന്നു. ഇപ്പം സ്റ്റോൺ കിട്ടി എനിക്ക് അത്രയും പ്രയോജനമായിരിക്കും. കുറേ ഡേർട്ട് ഇരിക്കണം. നമുക്ക് തിരിച്ച് ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യാം.
ലെറ്റ്സ് ഡു ദിസ്. നമുക്കിവിടെ ട്രീ ഫാം വയ്ക്കാം. ഇവിടെ കുറച്ച് ട്രീ ഫാം വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രീസിനെ ഗ്രോ ചെയ്യാം ഇവിടെ. ഓരോരോ ബ്ലോക്ക് എനിക്ക് പേടിയാണ് വരണം. ഇത് 1 ബ്ലോക്കല്ല, അതുകൊണ്ട് ഇത് തീർന്ന് ഇല്ലോ. അപ്പം ഇതും കൂടെ അങ്ങ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ്പാൻഡിങ് ഐലൻഡാണ് നമ്മളെ ഏറ്റവും മെയിൻ കാര്യം. ഫോക്കസ് മൈൻഡ് വേണം. അയ്യോ, ഞാൻ ഇവിടെ ഒരു ഡേർട്ട് അറിയാതെ ഞാൻ പ്ലേസ് ചെയ്ത് വെച്ച്. ഓക്കെ, ഡു ദാറ്റ്. ഇങ്ങനെ ഓക്കെ. ഓക്കെ ഗൈസ്, ഞാൻ മിക്കവാറും കുറേയൊക്കെ കട്ട് ചെയ്യും ഗൈസ്. എന്ന് പറഞ്ഞാൽ കുറേ എക്സ്പെൻസ് കുറച്ചായതുകൊണ്ടാണ് നിങ്ങൾ ഗൈസിനെ കാണിക്കണം. അല്ലെങ്കിൽ എനിക്കിപ്പം കട്ട് ചെയ്യേണ്ട വന്നാണ്. കുറേയൊക്കെ കട്ട് ചെയ്യും ഗൈസ്, അറിയാമല്ലോ. നമുക്ക് സ്ഥലം കിട്ടത്തില്ല, അതുകൊണ്ട് സമയം കിട്ടത്തില്ല, സോറി. ഇപ്പം നമുക്ക് സാധാരണ ചെയ്യണ പോലെ തന്നെ കുറച്ച് ഒരു പിക്കേക്സ് എടുക്കാം. വീണ്ടും മൈനിങ്ങിലോട്ട് പോവാം. ഇത്രയും പെട്ടെന്ന് സ്റ്റോണ് കിട്ടിയാൽ മതിയായിരുന്നു. കേസ് വീണ്ടും ഒരു ചെസ്റ്റ് കിട്ടിയിരിക്കുന്നു. ഈ പ്രാവശ്യം മൊത്തം ബീട്രൂട്ട്. വാട്ട് ഈസ് ദിസ്? പ്രാവശ്യം മൊത്തം ബീട്രൂട്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തുവാ ഗൈസ്? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഫാം വയ്ക്കാം. ഞാൻ ഒരു ഫാം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഗൈസ് കാണിക്കാം. സാധാരണ വെയിറ്റ് കറോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പം ഫാമൊക്കെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കിയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായി ഇപ്പം എനിക്ക് 1 ബ്ലോക്കിൽ എനിക്ക് ബീട്രൂട്ട് എന്താണോ എന്തോ എനിക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം. എനിക്ക് ഉള്ള വാട്ടർ വെച്ച് ഞാൻ പ്ലാന്റ് ചെയ്യാൻ നോക്കിയപ്പം ഇങ്ങനെയാണ് ഗൈസ്. എനിക്കറിഞ്ഞൂടാ ഗൈസ് എന്താണെന്ന്. മേ ബി സം ഗ്ലിച്ചസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നമുക്കെന്തായാലും പോട്ടെ. അത്രയും നേരം വെറുതെ കഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, പോട്ടെ ഗൈസ്, നോ പ്രോബ്ലം. നമുക്ക് ഇവിടെയും കൂടെ ഒരു ചെറിയൊരു ചെസ്റ്റ് വയ്ക്കാം. ഇത് എപ്പം തീരുമെന്തോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്തോ? എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ എൻഡ് പോർട്ടൽ കിട്ടും. അപ്പോഴത്തേക്കും നമ്മൾ വലിയ ഇതാക്കി വെക്കണം. ഫൈനലി നമുക്കൊരു മൂഷ്റൂമിന് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് പതിയെ ഫെൻസൊക്കെ ഉണ്ടാക്കാം ഗൈസ്. എന്നാലേ പിന്നത്തേക്ക് നമുക്ക് പതിയെ ഫെൻസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഗൈസ്. ഇവിടെ പോയി. ഓക്കെ, നമ്മൾ ആവശ്യമായ വുഡ് റിസോഴ്സ് എടുക്കാം. നമ്മളെ ട്രീ ഗ്രോ ആയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ ഇത്ര ഇവിടെ നമുക്ക് കൗ ഫാം ഉണ്ടാക്കാം. ഇവിടെ എൻട്രസ് ഉണ്ടാക്കാം. ഇവിടെ ഇങ്ങോട്ട് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യാം ഗൈസ്. ഇങ്ങോട്ട് പോവാം ഗൈസ്. വരുന്ന വീഡിയോകൾ വളരെ ഇൻറ്റൻസ് ആയിക്കൊണ്ടേയിരിക്കും. സ്കൈ ബ്ലോക്ക് നിങ്ങൾക്ക്
നിങ്ങൾക്ക് സ്കൈ ബ്ലോക്സ് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ വാട്ട് ഇറ്റ് ഈസ്. ഞാൻ ഒരു നൂബാണ് ഗൈസ് സ്കൈ ബ്ലോക്ക്. ഞാൻ പണ്ട് എൻ്റെ യൂട്യൂബേഴ്സ് ഇങ്ങനെ കളിക്കണ കാണാൻ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് മൈൻഡ് ഗെയിമർ ആൻഡ് ഡിവൈനിറ്റി അവരും ഇങ്ങനെ അന്നൊരു സ്കൈ ബ്ലോക്ക് കളിച്ചതാണ്. അല്ലാതെ എനിക്ക് സ്കൈ ബ്ലോക്ക് അതാണ് 1 ബ്ലോക്ക് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് 1 ബ്ലോക്കിന് അത്രയും വിശദമായൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ കുറേ ബ്ലോക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് പ്ലീസ് ടെൽ ലൈക്ക് എങ്ങനെയാണ് ഇതൊക്കെ കളിക്കണമെന്ന്. നമുക്ക് എൻ്റെ ഒരു ആശയം വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇവിടെ പൊട്ടിക്കാം, നമുക്ക് ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇതായിട്ട് തറവായിട്ട് ഞാൻ നിങ്ങൾ തിരിച്ച് കാണാം. നമ്മൾ ഫൈനലി ഏകദേശം ഒരു ഫാമൊക്കെ ഉള്ള ഒരു ഇതാക്കി. ഇവിടെ കൂടെ നമുക്ക് മൃഗങ്ങളെ കയറ്റി ഇവിടെ കൂടെ നമുക്ക് സ്വന്തമായി കയറാം. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ജാവ എഡിഷന് മാത്രമല്ല, ബെഡ് റോക്ക് എഡിഷനും നമുക്കിപ്പം ക്രൗളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു ഒരു ലിറ്റിൽ ഫാമായി ആനിമൽസിനെ വെക്കാൻ വേണ്ടി ഒരു ഫാമായി ഏകദേശം ഒരു നല്ലൊരു സ്റ്റോറേജ് കിട്ടി. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഡിഗ് ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വാവ് ലക്കാണ് ഗൈസ്. ഇതൊക്കെ 2 മഷ്റൂം കിട്ടിയിരിക്കുന്നു നമുക്ക്. എന്തായാലും നമുക്ക് മെയിൻ കറോ അടുത്ത എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പം ഫോറസ്റ്റ് ആണോ വില്ലേജ് ആണോ എന്ന് അറിഞ്ഞൂടാ. ഹേബാൽസ് കിട്ടുന്നുണ്ട്, അത് എവിടെ നിന്നാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അടുത്ത എന്തായാലും നമുക്കൊരു വില്ലേജ് കിട്ടാമെന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം, എന്നാലേ നമുക്ക് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്റ്റോൺ ആക്കാൻ പറ്റത്തുള്ളൂ. അതാണ് മെയിനായിട്ടുള്ളത്. ഇതാണ് ഗൈസ് മെയിനായിട്ടുള്ളത്. അപ്പം എൻ്റെ തൽക്കാലത്തേക്ക് ഇപ്പം മൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. വൺ ബ്ലോക്ക് ഭയങ്കര എൻലെസ് ആണ്. ഇങ്ങനെ ബ്ലോക്ക് പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം ഇന്നത്തേക്ക് ഇത്രയും ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നമ്മളൊരു ഫാം ഉണ്ടാക്കി, നമ്മളൊരു അനിമൽസിനൊക്കെ ഒരു ഫാം ഉണ്ടാക്കി, കുറച്ച് സ്റ്റോറേജ് ഉണ്ടാക്കി, പിന്നെ കുറേ ഡിഗ് ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോയായി ഞാൻ അവസാനിപ്പിക്കുന്നു. ഐ ആം ഗാലക്സി ഗെയിമിംഗ്. പീസ് ഔട്ട്.